ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയ്ക്കുള്ളിലാണ്. അപ്പോൾ ട്രിവാൻഡ്രം മൃഗശാലയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞായറാഴ്ചയാണ്, അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞായറാഴ്ച വന്നാൽ നല്ല വൈബായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും, അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് വൈകുന്നേരം 5 മണി വരെ ഉള്ളൂ ടിക്കറ്റൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വിശേഷങ്ങളിലേക്ക് പോവാം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്താണുള്ളത്. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. വൈകിട്ട് ഏകദേശം ഒരു 4:30 മണി ആയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് എത്ര മണി വരെയാണ് സൂം പ്രവർത്തിക്കുക എന്നുള്ളത്. ഇതാണ് നമ്മളെ ടിക്കറ്റ്, 30 രൂപ. ഞാനിപ്പം മൃഗശാലയ്ക്കുള്ളിലോട്ട് കയറാനായിട്ട് പോവാണ്. ഈ വൈകുന്നേരവും ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കാണ്. 5 മണി വരെ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കൊടുക്കത്തില്ല. ഇവിടെ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴേ ചെക്കിംഗ് ഉണ്ട്, എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിടത്തുള്ളൂ. എൻ്റെ ബാഗും ചെക്ക് ചെയ്തു, എന്നിട്ട് അകത്തോട്ട് കയറ്റി വിട്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. ഒരു ചെറിയ വാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വാനിൽ വേണമെങ്കിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അടിപൊളി, ഫുള്ളിങ്ങനെ കറങ്ങി വീഴാം. ഈ സ്പോൺസർ ചെയ്തിരിക്കുന്ന നമ്മളെ ലുലു മാളാണ്. അതുകൊണ്ട് ഇവിടെ ടിക്കറ്റ് കൊടുത്ത് ചെക്ക് ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഗൈസ്, അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. കാട്ടുപോത്താണ് ഫസ്റ്റിൽ നമുക്ക് വരുന്നത്. ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ദൂരിൽ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. 2 പേര്, 2 അല്ല 3. അവിടെയൊക്കെ ഇങ്ങനെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ആദ്യം വന്നേക്കുന്ന കാട്ടുപോത്ത്, അതിനെ കൊണ്ട് കുറച്ച് നേരം കാട്ടുപോത്തിനെ ഒന്ന് ഇങ്ങനെ നിരീക്ഷിക്കാം. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാനൊക്കെ കാണുന്നുണ്ട്. എന്തായാലും കാട്ടുപോത്ത് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല പ്ലാവിലേക്ക് തിന്ന് ഒരു പ്രത്യേക അടിപൊളി കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിന്. ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് വേറെ സാധനങ്ങളുണ്ട്, സിംഹവാലൻ കുരങ്ങ്. ആശാൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അയവ നമ്മളെ തൊട്ട് മുന്നിൽ തന്നെ ആശാനുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും കേട്ടോ. യവനാണോ ഈ അടുത്ത് ചാടിപ്പോയതെന്ന് സംശയമുണ്ട്. അത് സിംഹവാലനായിരുന്നു, ഹനുമാൻ കുരങ്ങായിരുന്നു. യെസ്, എന്തായാലും സൂപ്പറാട്ടോ കാണാൻ. നമ്മളെ ഇത്രയും ദൂരത്തിൽ ആശാൻ ഇരിക്കുന്നത്. ഒരു ചെറിയ കറുപ്പായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. ഒന്നുകൂടെ നമുക്ക് സൂം ചെയ്യാം. ഒരു പാറപ്പുറത്ത് കയറി ഇങ്ങനെ നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വീണ്ടും നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ഓരോ ഏരിയയിൽ കണ്ടോ ബൗണ്ടറി ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം നല്ലോണം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഒരുപാട് വൈകിപ്പോയി. ഞാൻ ഒന്ന് മാക്സിമം ഫാസ്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ നടന്നു വരുന്ന വഴിയിലൊക്കെ ഇരിക്കാനുള്ള ചെറിയ ഏരിയകളൊക്കെ ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന ബംഗാൾ കുരങ്ങാണ്. ഏതോ മരത്തിൻ്റെ മുകളിൽ ആശാൻ ഇരിപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അതിന് കുരങ്ങ് ഇല്ലയെന്ന് അറിയത്തില്ല. ആശാനെ കാണാനൊന്നുമില്ല. യെസ്, അവസാനം നമ്മൾ ബംഗാൾ കുരങ്ങനെ കണ്ടിരിക്കുകയാണ്. നമ്മളെ മുന്നിലോട്ട് ആശാനിങ്ങനെ നടന്നു വരിക കേട്ടോ. ചുറ്റും നല്ല പച്ചപ്പും സംഭവങ്ങളൊക്കെയാണ്. അടിപൊളിയല്ലേ. നമ്മൾ ട്രിവാൻഡ്രം നഗര ഹൃദയത്തിലാണ് ഈ ഒരു സ്ഥലം ഉള്ളതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 3 ഇനം പക്ഷികളെ ഈ ഒരു കൂട്ടിനകത്ത് വെച്ചിരിക്കുകയാണ്. തത്തയെ മാത്രമേ കാണുന്നുള്ളൂ. തത്ത അങ്ങനെ പറന്ന് കളിക്കുക കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. തത്ത, കാട്ടുകോഴി, വെള്ളറിയ. മൃഗശാലയിൽ ഏറ്റവും തിരക്കുള്ള ദിവസം ശനി ഞായറായിരിക്കും. അതിൽ ഞായറായിരിക്കും ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നത്. അതിനെക്കൊണ്ട് നല്ലൊരു വൈബാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നടക്കുമ്പോൾ അതിനൊരു ഫീൽ കിട്ടത്തുള്ളൂ. അടുത്തായിട്ട് നമ്മൾ വന്നെത്തിയിരിക്കുന്ന കൂമൻ എന്ന് പറയുന്ന സാധനം കേട്ടോ. കൂമൻ മൃഗശാലയ്ക്കകത്ത് എലി വരെ ലൈവായിട്ട് കുഴി എടുക്കുവാണ് കേട്ടോ. എന്താ കഥ കണ്ട ഈ കൂട്ടിനകത്താണ്. ഒരുപാട് വെറൈറ്റിയിലുള്ള പല ടൈപ്പ് കിളികളും പക്ഷികളും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നും വിശദമായിട്ട് പറയാനുള്ള ടൈമൊന്നുമില്ല. എന്നാലും ഞാനിങ്ങനെ
ഓട്ടിച്ച് പോവാണ്. മാക്സിമം എല്ലാത്തിനെയും കണ്ടുകൊണ്ട് പോവുക എന്നുള്ളതാണ്. നമ്മളെ നാടൻ തത്ത. ഇവരിൻ്റെ ടൈം ശരിയാവാതെ നമ്മളെ ഇറക്കി വിടുമെന്നാണ് എൻ്റെ സംശയം. കാരണം ഇത് പൂർണ്ണമായിട്ട് റൗണ്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം എടുക്കും. പിന്നെ ഈ മൃഗശാലയ്ക്കുള്ളിൽ ഇഷ്ടം പോലെ അടിപൊളി ഒരുപാട് മരങ്ങളുണ്ട്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് മരങ്ങൾ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു പാട്ടുംകൂറ്റം മരം കേട്ടോ. അതിൻ്റെയൊക്കെ പേര് തന്നെ വെറൈറ്റിയാണ്, താന്നി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ട്രിവാൻഡ്രം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഒരു സാധനം ഉണ്ടായിരുന്നു, ഹനുമാൻ കുരങ്ങെന്ന് പറയും. അപ്പോൾ അത് ഉണ്ടായിരുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ കുരങ്ങനില്ലേന്ന് അറിയാൻ വയ്യ, സംഭവം ഒന്നും കാണുന്നില്ല. കാടൊക്കെ അങ്ങനെ വെട്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, ഹനുമാൻ കുരങ്ങ്. പിന്നെ ഏതെങ്കിലും മരത്തിൻ്റെ അകത്തോ പൊത്തിലാണോ കയറി ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അവിടെ കൂട് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കയറാനായിട്ട് പോകുന്നത് കുറേ കൊക്കുകളും കഴുകന്മാരും പെലിക്കൻസും ഹെറോൺസും എന്നൊക്കെ പറഞ്ഞ പക്ഷികളുടെ ഏരിയയിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ഭാഗം അതിനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷികൾ 8 കൊല്ലത്തിന് മുന്നെയാണ് ഞാൻ മൃഗശാലയ്ക്കുള്ളിൽ കയറിയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാണ് കയറുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ അന്ന് ഞാൻ വരുന്ന സമയത്ത് താണ്ടെ ഈ ഒരു കൂടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. കൂടന്ന് ഓപ്പൺ അല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കൂടാണെന്ന് തോന്നുന്നു. ഇനി വേറെ ഏതെങ്കിലും കൂടുണ്ടോ എന്നറിയില്ല. അങ്ങനെ നമ്മൾ തകർപ്പൻ സാധനത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കട്ടോ. വെള്ളിമൂങ്ങ. അന്റാർട്ടിക്ക ഒഴികെ എല്ലാ ഭൂഖണ്ഡത്തിലും ആശ ഉണ്ടെന്നാണ് പറയുന്നത്. ഒടുക്കത്തെ വിലയുമാണ്. സംഭവം നിരാശപ്പെടുത്തി. ഇതിനകത്ത് വെള്ളിമൂങ്ങയൊന്നുമില്ല. വെള്ളിമൂങ്ങയ്ക്ക് ഭയങ്കര ഡിമാൻഡാണെന്ന് തോന്നുന്നു. ഇനി എൻ്റെ കണ്ണിൽ പെടാത്തതാണോ എന്നറിയില്ല. എന്തായാലും സാധനം ഇല്ലയെന്ന് തന്നെ വിചാരിക്കാം. ഇനി മൂലയിലെണ്ണം കയറി ഇരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഈ പക്ഷികൾ ഉള്ള ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന വലിയ കൂട്ടിൻ്റെ അകത്തായിട്ട് ഒരു ടൈപ്പ് പക്ഷിയെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒന്നൊന്നുമല്ല, 2-3 എണ്ണമൊക്കെ ഉണ്ടോ കേട്ടോ. ഒരുത്തനെ നമുക്കിങ്ങനെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. കരപ്പക്ഷികളുടെ പരിബന്ധനം 2024 ഉദ്ഘാടനം ചെയ്തത്, 23/10. അപ്പോൾ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികം ടൈമൊന്നും ആയിട്ടില്ല. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തായിട്ട്. ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. പക്ഷേ സംഭവം പക്ഷികൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിക്കാം. എന്നാലും ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. മുകളിൽ വരെ ഇങ്ങനെ വലയിട്ട് വെച്ചിരിക്കുക. ഒരു കച്ചറ പോലും ഇങ്ങ് താഴോട്ട് വീഴത്തില്ല. ആ ഒരു സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോവാണ്. മീൻ മുതല എന്തോ ഡേഞ്ചറായിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഓ എൻ്റെ പൊന്നെ, ഇത് ആശാൻ വെള്ളത്തിൽ അങ്ങനെ സുഖിച്ച് കിടക്കുക കേട്ടോ. ഞാൻ ഒന്ന് സൂം ചെയ്യാം. ഒരു പലക കഷ്ണം കിടക്കുന്നതാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. 2 കണ്ണ് മാത്രം കാണുന്ന കേട്ടോ. നമ്മൾ നടന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോൾ വല്ല വിശാലമായിട്ടുള്ളൊരു സ്ഥലത്തെത്തിരിക്കുക. മൊത്തം കൊക്കുകളുടെ ആൾക്കാരാട്ടോ. കൊക്കുകൾ ഇവിടേക്ക് ഇരിക്കാനൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്നു. അതിൻ്റെ സൈഡിലായിട്ടൊരു വലിയ കൂട്. നമ്മൾ അണ്ണാനെ കയറി പോകുന്നുണ്ട്. എല്ലാം ഇങ്ങനെ നാച്ചുറൽ കിടക്കാം കേട്ടോ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ഒരു സംഭവം തന്നെ കേട്ടോ. ഒരു മൃഗശാലയുടെ ഒരു ഫീലൊന്നും അല്ല. അവറ്റകൾ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് വസിക്കുകയാണ്. അടിപൊളി. ആ ടവറിൻ്റെ ടോപ്പിലൊക്കെ ആശാന്മാരിങ്ങനെ കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി ചെറിയൊരു ഏരിയ ഉണ്ട്. ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. വലയുടെ വിഷയമില്ലാതെ കാണാം. ഇവിടെ എത്ര ഇനം കൊക്കുകളുണ്ടെന്നുള്ളതാണ് ഈ ലിസ്റ്റ് കൊടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പുറത്തുണ്ട് ഒരു ബോർഡ്. പക്ഷേ ഈ ഗ്ലാസ് ഒന്ന് കഴിവായിരുന്നു കേട്ടോ. ഇവിടെ ആകെ കൊണ്ട് കൊക്കുകളൊക്കെ ഇങ്ങനെ കാഷ്ടിച്ച് ഏകദേശമൊക്കെ ലെവലായി.
അവർക്ക് അപ്പുറത്ത് പോകാൻ ഇതിന് ആഹാരം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നടന്ന് നീർനായയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. താഴെ കൂടെ പോയാൽ നമുക്ക് നീർനായ കുറച്ചുകൂടെ എളുപ്പത്തിൽ കാണാം. ഇവിടെ നിന്ന് കറക്റ്റായിട്ട് അറിയാം കേട്ടോ നീർനായ വരണതും പോകുന്നു. ഇവിടെ നീർനായ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അല്ല നീന്തി തുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഏരിയ തന്നെ ഉണ്ട്. 2 ബോളൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ. അവന്മാർ ആ ബോളൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ, തലയിൽ വെച്ചുകൊണ്ട്. അത് സമയം കിട്ടിയാൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഭയങ്കര രസമാണ്. പിന്നെ ഇതേപോലുള്ള ചെറിയ സ്പേസൊക്കെ ഉണ്ട്. ആറോ എന്തോ ആണ് അങ്ങനെ അങ്ങോട്ട് ഒഴുകുന്നു. ഇവിടെ ഇങ്ങനെ ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കാം. നല്ല പച്ചപ്പിനിടയിൽ, നല്ല മുളങ്കാടുകൾക്കിടയിൽ, അടിപൊളി തന്നെ. ഇപ്പോൾ ഞാൻ കയറുന്നത് ഇതിൻ്റെ ഇടയിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. 2ആയിട്ട് ഡിവൈഡായി വന്നല്ലോ പക്ഷികളുടെ ഇടയിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ മുകളിലോട്ട് കയറുവാണ്. ഇവിടെ നിന്ന് ഫസ്റ്റ് നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്നത് സുഖമായിട്ട് ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ആ മൂല ഇരിക്കുന്നുണ്ടോ, കരടിയാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, എന്താ ഒരു ഉറക്കം. നമ്മളെ മുന്നിലേക്ക് മറ്റൊരാളോട് വരണം കേട്ടോ. 2 പേരുണ്ട്. അതിൽ 2ാമത്തെ ആൾ ഇതാ വരുന്ന. സൂപ്പർ. ആ മുഖം ഇങ്ങോട്ട് കാണിക്കുന്നില്ല. അവിടെ നിന്നെന്തോ സംഭവം തപ്പി പറക്കുവാണ്. വാ. പന്നിക്കരടി, തേൻ കരടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത സാധനം കരിങ്കുരങ്ങ്. എന്നിൽ ഔഷധ ഗുണമില്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു സാധനം. പക്ഷെ സംഭവത്തിനെ കാണുന്നില്ല കേട്ടോ. കരിങ്കുരങ്ങിന് ഇരിക്കാൻ വേണ്ടി പ്രത്യേക സംഭവം കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. നമുക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന കണക്ക് ഒരു ചെറിയ ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. സാധനം ഇല്ല. അപ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ സ്ട്രൈറ്റ് മുമ്പോട്ട് പോവാണ്. നമ്മൾ നേരത്തെ കണ്ട കരടിയുടെ ഭാഗത്ത് കുറേ ആൾക്കാരുണ്ട്. കരടി ഭയങ്കര സംഭവം തന്നെ കേട്ടോ കാണാൻ. കുന്നിൻ്റെ മുകളിൽ അങ്ങനെ നിൽക്കുക. നല്ല ഹൈറ്റായിട്ടുള്ള സ്ഥലത്താണ് കരടിയെ വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തെ കരടി ഇരിക്കുമെന്ന് തോന്നുന്നു. ഓരോ മൃഗങ്ങൾക്കും പറ്റിയ രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയ കണ്ടിട്ടേ ഇവിടെ ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള ആരോ ആണ് ഇതിനകത്തുള്ളതെന്ന് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ ആൾക്കാരിങ്ങനെ വീക്ഷിക്കുന്നു. ആ സൈഡിൽ ആരോ കിടപ്പുണ്ട്. ആ കാണുന്ന പലക കഷ്ണത്തിൻ്റെ മുകളിൽ സിംഹമാണെന്നാണ് തോന്നുന്നത്. ബാക്ക് മാത്രമേ കാണുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഇപ്പോൾ ടൈം 5:30 മണിയായി. 5:30 മണിക്ക് നമ്മൾ കാണാൻ പോകുന്നത് സിംഹമാണ്. സാക്ഷാൽ രാജാവിനെ കാണാനാണ് പോകുന്നത് കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ആശാൻ അതിൻ്റെ ആ ടോപ്പിൽ കിടപ്പുണ്ട്. സംഭവം ആശാൻ ചാടിപ്പോയിരിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള കുഴികളാണ് എടുത്തേക്കുന്നത്. ഒരു കണക്കിന് ചാടി വെളിയിൽ വരരുത്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. ആ ടേബിളിൻ്റെ മുകളിലുണ്ട്. ഒരു രക്ഷയില്ല. ആശാൻ പരിപൂർണമായിട്ട് ഉറക്കത്തില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു വരും നോക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ചൊരു നിൽപ്പുണ്ടെന്നുള്ള യാതൊരു ഇതുമില്ല. എല്ലാവരെയും കണ്ടുകൊണ്ട് മടുത്തത് നിന്ന് അത് വിചാരിക്കുന്നുണ്ടാവും നിനക്കെന്ന് പറയും ജോലിയില്ലേന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സൈഡിലോട്ട് പോവാം. ഇനിയും കുറച്ച് അതിഥികളെ കാണാനുണ്ട്. നേരെ ഇങ്ങനെ ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ബ്ലാക്കൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ ചെറിയ സംഭവങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്കൊക്കെ ഇരിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ്.
ഇവിടെയൊക്കെ എന്തൊക്കെയോ പണികൾ നടക്കുവാണ്. പുതുതായിട്ട് ആൾക്കാരെ കൊണ്ടുവരാനുള്ള പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. നീർക്കുതിര ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ആ കാണുന്ന കുളത്തിൽ ഒരു 3-4 പേരുണ്ട് കേട്ടോ, ഇങ്ങനെ മുങ്ങി കളിക്കുക. 4 5-6 പേരുണ്ട്. ഇപ്പോക്ക് കൊടുക്കാനുള്ള പുല്ലാണ് ആ മുകളിലിരിക്കുന്നത്. ഇവിടെ മറ്റൊരു അത്ഭുതം കൂടെ ഉണ്ട് കേട്ടോ. ആൾക്കാർക്ക് വേണമെങ്കിൽ ഇരിക്കാം. പഴയ ഏതോ ഒരു മരത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അതേ ലെവലിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ നോക്കി, സൂപ്പർ തന്നെയല്ലേ കാണാൻ. അങ്ങനെ മുന്നിലോട്ട് നോക്കുമ്പോൾ മറ്റൊരു വിശാലമായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. കാണ്ടാമൃഗം. കണ്ട ഒരു വലിയ പറമ്പ് തന്നെ എഴുതി കൊടുത്തിരിക്കുക പുള്ളിക്ക് വേണ്ടിയിട്ട്. നോക്കിയാൽ നടക്കുന്ന വഴിയൊക്കെ ഉണ്ട്, അടിപൊളി തന്നെ അല്ലേ. ഇത് നടന്നു പോകുന്ന വഴികളാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറുകെ സ്ഥിരം നടക്കുന്ന വഴികളായിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഭാഗത്തായിട്ട് അതിൻ്റെ കൂട് കാണാം. ആശാൻ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ കിടന്ന് ഉറങ്ങണമെന്ന് ഡൗട്ടുണ്ട്. യാതൊരു ചലനമില്ല. കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വന്നെങ്കിൽ നമുക്ക് വിശാലമായിട്ട് കാണാമായിരുന്നു. നമ്മളിപ്പോൾ കണ്ടത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് മ്ലാവ് അല്ലെങ്കിൽ കലമാൻ എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഒരുമാതിരി വയൽ പൂട്ടിയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. എല്ലാം ഇങ്ങനെ അടിച്ച് പിരുന്ന് വേറൊരു ലെവലാക്കിയിട്ടിരിക്കുക. അതിൻ്റെ സൈഡിലായിട്ട് എവറ്റകൾക്ക് ഇറങ്ങാൻ വേണ്ടിയും പ്രത്യേക കുളങ്ങളുണ്ട്. പക്ഷേ അതിലൊന്നും ഇറങ്ങത്തില്ല എന്ന് തോന്നുന്നു. മൊത്തം അതിലെ പച്ച കളറാണ് കിടക്കുക. അതിൻ്റെ ഏറ്റവും മൂലയിൽ ലാസ്റ്റിലായിട്ട് ഒരു തരുപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരാണ് കേട്ടോ, ബാരാസിംഗ. ഞാൻ ആദ്യം വിചാരിച്ച് ബാരാസിംഗ ആയിരിക്കും, അല്ല ധാരാവിയിലൊക്കെ ഉള്ള ആൾക്കാരുടെ പേര് കണക്ക്. ഏകദേശം മാനക്കണക്ക് തന്നെ ഇരിക്കുന്നത്. ഇതിനിടയിൽ ഒരു സംഭവം നമ്മൾ മിസ്സായി. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി വന്നേക്കാം. മാൻ, നല്ല പുള്ളി മാൻ. രണ്ടുപേരും ഇങ്ങനെ തീറ്റ എടുത്തുകൊണ്ടിരിക്കുവാണ്. പാവങ്ങൾ കാട്ടി ജീവിക്കേണ്ടതൊക്കെ ഇങ്ങനെ കിടന്ന് അരയ്ക്കുക സിറ്റിയിൽ സൈഡിലായിട്ട്. അതിൻ്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കിടിലൻ ബിൽഡിംഗ് ആട്ടോ. ബ്ലാക്ക് ബക്ക് എന്ന് പറഞ്ഞാൽ കൃഷ്ണമൃഗം. 2 ഉണ്ട് കേട്ടോ. 2 കൃഷ്ണമൃഗത്തെ കാണാൻ പറ്റും. ആ ഒരു സൈഡിൽ ഒരെണ്ണമുണ്ട്. തൊട്ടപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരെണ്ണമുണ്ട്. ആൾ മറഞ്ഞിരിക്കും അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ട് പുറകിലോട്ട് നോക്കുമ്പോൾ മറ്റൊരു സംഭവമുണ്ട്. ഇവരെന്താ ഇവിടെയൊന്നും ബോർഡ് വയ്ക്കാത്തേ? എടാ, ഇതിൻ്റെ ഇടയിലൊരു മാനും കൂടെ ഉണ്ടല്ലോ. ഒരു ചെറിയ ഒരു മാൻ ഈ ഒരു സംഭവത്തിൻ്റെ ഇടയിലിരിക്കുവാണേ. വേണ്ടോ, മാനെന്ന് പറഞ്ഞ പ്രാവശ്യം തിരിഞ്ഞു നോക്കുന്നുണ്ട്. മനസ്സിലായാവോ? അതിന് നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ ഒരു സാധനം. നമ്മളവിടെ കണ്ട സാധനം എന്തുവാണ് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ബ്രൗൺ റിയ എന്ന് പറഞ്ഞ സാധനമാണ്. ഇവിടെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടല്ലോ, ഇതായി നിൽക്കുന്ന സാധനം. ഇതാണ് പന്നിമാൻ. മാൻ്റെ വർഗത്തിൽപ്പെടുന്ന മറ്റൊരു സാധനം. പാകിസ്ഥാൻ, നോർത്തേൺ ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ കാണുന്നു.
കാട്ടുപോത്തെന്ന് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ ആണല്ലോ വെച്ചിരിക്കുന്നത്, പക്ഷെ അതിൽ കാണുമ്പോൾ സാമ്യം തോന്നുന്നില്ലല്ലോ. എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ സംഭവം? നമ്മളെ നാട്ടു പോത്തുമായിട്ട് യാതൊരു സാമ്യമില്ല. ആശാൻ്റെയൊക്കെ ഒരു ചവിട്ട് കിട്ടുകയുണ്ടല്ലോ, കാലിൻ്റെ അവിടെ വൈറ്റ് കണക്കാണ്. അയ്യയ്യ എന്താ ഇത്? അപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് ആട് കണക്കൊരു സംഭവം ഉണ്ടേ, അവറ്റളൊന്ന് കാണാം. ഇവിടെയും പേര് കൊടുത്തിരിക്കുന്നത് കൃഷ്ണമൃഗം എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ വെറൈറ്റിയാണ്. ഇതിൽ വൈറ്റും അത് കണക്ക് തന്നെ ഒരു ബ്രൗൺ ടൈപ്പുമാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഈ കാണുന്ന മാനുണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഒരു ആടിനെ കണക്കിരിക്കുന്നത്. കറക്റ്റ് ഒരു വൈറ്റ് കൂടുതലാട്ടോ, മറ്റുള്ളവരുമായിട്ട് ചെറിയ ഡിഫറൻ്റ് ഉണ്ട്. ഇനി ഇപ്പോഴങ്ങനെ കുളിപ്പിച്ചതിനെ കൊണ്ടാണോന്ന് അറിയത്തില്ല. എന്തായാലും ആശ നല്ല വൃത്തിയായിട്ട് നടക്കുവാണേ. കൂട്ടത്തിലെ സൂപ്പർ സ്റ്റാറാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ മുന്നിലായിട്ട് മറ്റൊരു സാധനം ഇങ്ങനെ ഇരിപ്പുണ്ട്, ഏറ്റവും അടുത്തായിട്ട് ഒരു പുള്ളിമായി. അങ്ങനെ നമ്മൾ ഒരു ഏരിയ റൗണ്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഡേഞ്ചറസ് സോണിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. യെസ്, ഇവിടെ വരുമ്പോൾ തന്നെ കടുവച്ചേട്ടൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കാമെന്നായിരിക്കും. ഇനി നമ്മൾ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സംഭവങ്ങളാണ് കാണാനായിട്ട് പോകുന്നത്. യെസ്, നമ്മുടെ മുന്നിൽ തന്നെ ആശാൻ അങ്ങനെ കിടക്കുകയാണ്. കാണുമ്പോൾ തന്നെ എന്തൊരു ഇതല്ലേ, രാജകീയമായിട്ടുള്ള പുള്ളിപ്പുലി. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പുള്ളിപ്പുലിയാണ്. ആളൊരു കമ്പിക്ക് മുകളിലായിട്ട് ഇങ്ങനെ കയറി കിടക്കുവാണേ. ഇങ്ങോട്ട് തിരിയൂ പ്ലീസ്. അയ്യോ, എന്താല്ലേ ആശാൻ്റെ ഒരു തലയെടുത്ത് നോക്കി. Leopard. This is tiger. Tiger. ഞാൻ ഇത്രയും അടുത്ത് പുലിയെ കാണുന്ന ആദ്യമായിട്ട്. എൻ്റെ അമ്മ ഇതാ പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ തിരിച്ചു വരും. എനിക്ക് തോന്നുന്നു ഈവനിങ് ചെറിയ നടത്തുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അതിനെ കൊണ്ടായിരിക്കും. ഇത്രയും നേരം എൻ്റെ മുകളിൽ കിടക്കുമായിരുന്നു, ഇപ്പോൾ റിട്ടേൺ വരുവേ. ആശാൻ സ്ഥിരം നടക്കുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അയ്യോതാ ഒരു കുഞ്ഞും കൂടെ ഇറങ്ങി വരുന്നു. കുഞ്ഞാണെന്ന് തോന്നുന്നു, ചെറുത് സാധനമാണ്. എല്ലാവരും താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവ അതാ തിരിഞ്ഞ് കിടക്കുന്നത്, ഉലാത്തുന്നു. ഇതിങ്ങനെ പമ്മി കേട്ടോ പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ.
ഇത്രയും നേരം നമ്മൾ നിന്നതിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. വേറെ ഒരു മൃഗത്തിനെ എനിക്ക് ഇത്രയും അടുത്ത് കാണാൻ പറ്റില്ല. അത് പുലി തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടു. ഇപ്പം ഒരാൾ നടക്കുന്നുണ്ട്, കൂടെ കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ മലയാളം പറയുന്നത് കൽപ്പുലി, കടലേക്ക് പറഞ്ഞ പുലി. ഇതാണ് പുലി. നമ്മളങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുക കേട്ടോ. നല്ല സ്മെല്ലാട്ടോ ഇവിടെ. നല്ല മാംസം ഇങ്ങനെ ഇട്ട് കഴിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലാണ് വരുന്നത്. ബംഗാൾ കടുവയാണ് നമ്മളിനി അടുത്തായിട്ട് കാണാൻ പോകുന്നത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. 140 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുണ്ട്. നീളം, വീതി, ആഹാര രീതി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടാണ് ഈ കാണുന്ന സാധനത്തിനെ കാണാനില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അറ്റത്താണ്ട് പോയി കിടക്കുവാണത്. അതാ കിടക്കുന്നു. എല്ലാവരും ഉറക്കത്തിലാട്ടോ, ഒരു രക്ഷയില്ല. ആരും ആക്റ്റീവല്ല. ഇങ്ങനെയുള്ള ജീവിതം കൊണ്ട് മടുത്താണ് ഇതൊക്കെ. തിന്നാ പറഞ്ഞാൽ കുട്ടിനകത്ത് കിടക്കുക, ഇങ്ങനെ ആൾക്കാരെ കാണുക, പോവുക. ഇത് തന്നെയല്ലോ. കടുവയുടെ കൂട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സിംഹമുണ്ട്, ലേഡി ലയൺ. അപ്പോൾ ഇനി തൊട്ടപ്പുറത്ത് വേറെന്തോ സംഭവമുണ്ട്. ഫുള്ള് ഇരുട്ടായി, അതുകൊണ്ട് കാണാൻ ഇനി പറ്റുമോയെന്നറിയില്ല. എന്തുവാണ് അതിനകത്തുള്ളത്. അയ്യോ, നല്ല അടിപൊളി ഒരു കടുവ കേട്ടോ അതിനകത്തുണ്ട്. പക്ഷേ സംഭവം അങ്ങ് അറ്റത്തായിപ്പോയി. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും കാണത്തില്ല. എന്തായാലും അതിൻ്റെ ഭീകരമായിട്ടുള്ള ഒരു നോട്ടം നമ്മളെ തന്നെ നോക്കുന്നത്. ഞാൻ കറക്റ്റ് സ്ട്രൈറ്റായിട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണല്ലോ. സെക്യൂരിറ്റി വന്ന് ഇവിടെ നിൽക്കുന്നവരൊക്കെ പോകാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ 6 മണിയായി. ഇനിയിപ്പോൾ ഇതിനകത്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അത്രയും ഇരുട്ടായിരിക്കും. എത്രയും പെട്ടെന്ന് ഔട്ടാവുക എന്നുള്ളതാണ്. 6 മണി കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂറോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനെങ്ങും ഇരുന്നിട്ടില്ല. ഞാൻ അത്രയും ഫാസ്റ്റായിട്ട് വന്നേക്കൊണ്ടാണ് ഇതിപ്പോൾ തീർന്നത്. ഇത്രയും ഇരുട്ടിരിക്കുക, കൂരിരുട്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കാണത്തില്ല. നമ്മൾ അവസാനം വന്നിരിക്കുന്നതേ ഹൈനയുടെ കൂട്ടിലാട്ടോ. ഹൈന ഉണ്ട് അവിടെ, പക്ഷേ എങ്ങനെ കാണുമെന്നുള്ളതാണ്. ഭയങ്കര ഇരുട്ട് കാരണം ഒന്നും കാണത്തില്ല. അവിടെ തകർക്കുവാണ്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ആ മരത്തിൻ്റെ മൂട്ടിലായിട്ട് സാധനം നിൽപ്പുണ്ട്. അതവിടെ ചെറുങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇതാ ഈ കൂട്ടിൻ്റെ സൈഡിൽ ഒരെണ്ണം നിൽപ്പുണ്ട്, പക്ഷേ ഇരുട്ടത്തൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു മണിക്കൂറിൽ കൂടുതൽ നടന്നതിന് ശേഷം നമ്മൾ ലാസ്റ്റ് പോയിന്റിലെത്തി തിരിഞ്ഞിറങ്ങുവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.